ഹലോ ആ ഡോക്ടർ പി എസ്. ഇപ്പോ എനിക്കും അറിയേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ സാറിന്റെ മറുപടി അറിഞ്ഞിരുന്നു. പറയൂ സീനത്ത്. എന്നിരുന്നാലും ലാസ്റ്റ് ഓക്കെ മോന് ഇപ്പോ 15th ഇപ്പൊ തുടങ്ങും എക്സാം. SN ലാണ് പഠിക്കുന്നത്. സാർ വന്നിട്ട് മോൻ പറഞ്ഞു അവിടെ. ഗുഡ്. അപ്പോ ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ. അപ്പോ മോനെ സംബന്ധിച്ച് അവന് ആദ്യം പഠിക്കുന്ന ശീലം കുറവാണ്. ഇപ്പൊ ലാസ്റ്റ് ടൈമിൽ ഇരിക്കുന്നത്. പിന്നെ ആള് സഹോദയ വോളിബോൾ അങ്ങനെയുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ട്. പ്രൈസ് കിട്ടിയിരുന്നു. അപ്പൊ അങ്ങനത്തേനോടാണ് ആൾക്ക് കൂടുതൽ താല്പര്യം. അപ്പൊ പഠിപ്പ് കുറച്ച് ക്ലാസ്സുകളൊക്കെ മിസ്സായി, നോട്ട്സ് എഴുതലൊക്കെ കുറവാണ്. പൊതുവെ അവൻ എഴുത്തും കുറച്ച് സ്ലോ ആണ്. അപ്പൊ അതുകൊണ്ട് പഠിക്കാനും നല്ല ടൈം എടുക്കും. ഇപ്പൊ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ടൈം എടുക്കും. അപ്പൊ മോളും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ സാർ പറഞ്ഞ പോലെ എഴുതി നോക്കുന്നുണ്ട്. അത് വെച്ചാൽ എഴുതുന്ന ശീലം കുറവാണ്. അപ്പൊ പഠിച്ചു കഴിഞ്ഞ് എഴുതിക്കുന്നുണ്ട്. എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് എഴുതിപ്പിക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഇപ്പോ താങ്കൾ പറഞ്ഞല്ലോ 5 ചാപ്റ്റർ ഒക്കെ ഒരു ദിവസം കഴിക്കുന്ന രീതിയിൽ എന്നുള്ളത്. അപ്പൊ അതിനെ സംബന്ധിച്ച് നല്ല ടൈം എടുക്കുന്നുണ്ട്. ഈ നമ്മള് ഓട്ട മത്സരത്തിനെ ഓട്ടം മത്സരമാണ് പഠിക്കേണ്ടത്. എനിക്ക് ഓട്ടക്കാരനായിട്ടാണ് പഠിക്കേണ്ടത്. ഒറ്റക്കോടിയാൽ ഓട്ട മത്സരത്തിന് പഠിക്കാൻ പറ്റുമോ? ഒറ്റക്ക് ഓടിക്കഴിഞ്ഞാല് എങ്ങനെയാ എന്റെ സ്പീഡ് കമ്പയർ ചെയ്യാം? ചുരുങ്ങിയത് 5 ആൾ കൂടെ ഓടുമ്പോഴല്ലേ എനിക്ക് സ്പീഡ് ഉണ്ടോന്ന് അറിയുള്ളൂ. അപ്പോ സാധാരണഗതിയിൽ ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആകുമ്പോൾ എന്ത് വിചാരിച്ചാല് ആദ്യം ആരാ തീർക്കാൻ നോക്കാം. ഒരു ചോദ്യം എടുക്കുക, ആദ്യം ആരാ തീർക്കാൻ നോക്കാം. ആദ്യം കുറച്ച് സ്ലോ ആയിരിക്കും. അങ്ങനെ ഇപ്പം സ്പോർട്സിലൊക്കെ താല്പര്യമുള്ള പിള്ളേരാകുമ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ വലിയ മടിയായിരിക്കും. അപ്പൊ 2 പേരോ 3 പേരോ കൂടെ ഉണ്ടെന്ന് വിചാരിക്കാം. ആരാദ്യം തീർക്കാൻ നോക്കാം. അതൊരു ശീലം. പിന്നെ എക്സാമിനേഷൻ എഴുതുമ്പോൾ നമുക്ക് ഒരു സാധാരണ ഒരു പേപ്പർ ഉണ്ടെന്ന് വിചാരിക്കാം. അതിന് മാർജിൻ 2 ഭാഗത്തും ഓരോ ഇഞ്ച് വീതം, മുകളിൽ 1 ഇഞ്ച്, താഴത്ത് 1/2 ഇഞ്ച്. പേപ്പർ വളരെ ചെറുതായി. പിന്നെ എഴുതാനുള്ള ശീലം എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് തിരിച്ചിട്ട്, നല്ല പാരഗ്രാഫ് തിരിച്ചിട്ട്. കുറെ എഴുതുന്നതിനല്ല മാർക്ക്. ഒരു പാരഗ്രാഫ് എഴുതി അതിനകത്ത് ഏറ്റവും നല്ല പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യാം വ്യത്യസ്ത കളറിൽ. അത് കാണുമ്പോൾ തന്നെ മാർക്ക് തോന്നും, ഓ ഇത് ജോറായിട്ടുണ്ട്, കാണാൻ ഭംഗിയുണ്ട്. അപ്പൊ മാർക്കിടാൻ. കാരണം ഇത് കുറേ എഴുതി കണ്ട് 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 ഒരു ഭംഗിയില്ലാത്ത പേപ്പർ കാണുമ്പോൾ വല്ലാണ്ട് ദേഷ്യം വരും മാഷന്മാർക്ക്. എല്ലാവരും മനുഷ്യന്മാരല്ല. അപ്പൊ നമ്മളിത് എഴുതുന്ന ട്രിക്ക് പഠിപ്പിക്കും. എങ്ങനെ നീറ്റായിട്ട് എഴുതണം, എങ്ങനെ ഇംപ്രസീവ് ആക്കണം. അപ്പൊ കാണുമ്പോൾ തന്നെ നല്ല മാർക്ക്. ഞാനൊക്കെ യൂണിവേഴ്സിറ്റിയിൽ കുറെ ടീച്ചർമാരെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഇവാലുവേഷൻ ഉണ്ടാവും, വാലുവേഷൻ ക്യാമ്പൊക്കെ ഉണ്ടാവും. ഞാനൊരു പേപ്പർ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇത്ര മാർക്ക് കൊടുക്കാം. അപ്പൊ ഒരു ഇതെങ്ങനെ വായിക്കാണ്ട് എങ്ങനെ പറയും, നിങ്ങൾ നോക്കിയിട്ട് ഒരു സ്ഥലത്ത് പേപ്പറിൽ മാർക്ക് ഇട്ടിട്ട് എനിക്ക് താ പേപ്പർ. ഞാൻ വെറുതെ നോക്കിയിട്ട് അതിന്റെ മാർക്ക് പറയാം. മിക്കവാറും അടുത്തുള്ള മാർക്ക് വ്യത്യാസമില്ലാണ്ട് എനിക്ക് പറയാൻ പറ്റും. കാരണം കുട്ടികളുടെ പേപ്പർ ഷീറ്റ് നല്ല ഭംഗിയിൽ കൃത്യമായിട്ട് പാരഗ്രാഫ് തിരിച്ച് അണ്ടർലൈൻ ഒക്കെ ആക്കിയിട്ട് എഴുതുമ്പോൾ അതിനറിയാതെ മാർക്ക് വരും. അങ്ങനെ ക്വാളിറ്റി കൂട്ടണം. വെറുതെ എഴുതിയിട്ട് കാര്യമില്ല, അതിന് ക്രമം വേണം. ആ ക്രമമില്ലാത്തതിന് നമ്മൾ അക്രമം എന്നാ പറയാം. മനസ്സിലായോ? ചില ആൻസർ ഷീറ്റ് കണ്ട അക്രമാണെന്ന് തോന്നുന്നു. അത് പാടില്ല, ക്രമത്തിൽ എഴുതാൻ പഠിക്കണം. എവിടെയാ വീട് സീനത്തിന്റെ? മൂന്നാം പീടിയം. നമ്മള് ഏത് ഭാഗത്ത് ഓടിച്ചു പോകുമ്പോൾ 3 പീടിയ വഴിയാ പോകും. മറ്റേ ആ റോഡ് പിടിക്കണമെങ്കിൽ ഞാൻ ഇരിങ്ങാലക്കുട ഹൈവേയിലേക്ക് കയറുമ്പോൾ അതുവഴിയല്ലേ കയറും. അതെ, ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലം. ഞാൻ അവിടെയൊക്കെ ഓടിക്കുന്ന ആളാ, സ്ഥിരമായിട്ട് ഓടിക്കുന്ന ആളാ. അപ്പൊ കാണാം എപ്പോഴെങ്കിലും, ഇൻഷാ അല്ലാ. അപ്പൊ പ്രാക്ടീസ് ചെയ്യാൻ പറയും സീനത്ത്. മോനോട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാൻ പറയും. ആൺകുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അവർ ഇരിക്കില്ല എന്നുള്ളതാണ്. 1-2 അപ്പൊ പിന്നെ കുഴപ്പമില്ല, അവൻ നന്നായിക്കോളും. ഒക്കെ നന്നായിക്കോളും, നോ പ്രോബ്ലം. താങ്ക് യു. വളരെ കൃത്യമായിട്ടുള്ള ചോദ്യങ്ങളുടെ മറുപടി ആലോചിക്കാതെയുള്ള കിപ്പേരി പോലെ താങ്ക് യു സോ മച്ച്. അത് വളരെ ഏറ്റവും വലിയ തെളിവാണ്.